ജിബൂട്ടി സിറ്റിയിലെ പീപ്പിൾസ് പാലസിന് മുന്നിലെത്തിയിരിക്കുകയാണ് ഞാൻ. ജിബൂട്ടിയുടെ തലസ്ഥാനത്തെ ഏറ്റവും പ്രൗഢമായ പൊതുസ്ഥാപനങ്ങളിലൊന്നാണിത്. ദേശീയ പ്രാധാന്യമാർന്ന ഒരിടം. വളരെ ഭംഗിയോടെ പരിപാലിച്ചു പോരുന്ന ഇടമാണ്. നല്ല പച്ചപ്പുണ്ട്. ജിബൂട്ടി സിറ്റിയിൽ ദേശീയ പ്രാധാന്യമാർന്ന ചടങ്ങുകളും മീറ്റിംഗുകളുമെല്ലാം നടക്കുന്ന മന്ദിരമാണ് പീപ്പിൾസ് പാലസ്. ഒരു നാഷണൽ മോണുമെന്റായും ഇത് കണക്കാക്കപ്പെടുന്നു. ജിബൂഷ്യൻ ജനതയുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ പ്രതീകമാണിത്. ഈ മന്ദിരത്തിന്റെ പൂമുഖത്ത് നിന്നാണ് ജിബൂട്ടിയിൽ പുതുതായി അധികാരമേൽക്കുന്ന പ്രധാനമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളുമൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുക. ആ സമയത്ത് മുൻവശത്തെ ഈ മുറ്റത്ത് വിശിഷ്ടാതിഥികൾ ഉൾപ്പെടെയുള്ള കാണികൾ നിരന്നിരിക്കും. ഇതാണ് പീപ്പിൾസ് പാലസിന്റെ പ്രധാന ഭാഗം. അതിന്റെ മുന്നിൽ ഒരു പ്രതിമയുണ്ട്. മാർട്ടിയേഴ്സ് മോണുമെന്റാണിത്. ജിബൂട്ടിയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ രക്തസാക്ഷികളായവർക്കുള്ള സ്മാരകം. കുന്തവും പരിചയമായി നിൽക്കുന്ന ഒരു ഗോത്രവർഗക്കാരന്റെ പ്രതിമ. 1984 ഇതിവിടെ സ്ഥാപിച്ചത്. ഫ്രഞ്ച് കോളനി വാഴ്ചയ്ക്കെതിരെ പോരാടിയ ഒരു പ്രത്യേക യോദ്ധാവിന്റെ പ്രതിമയല്ല. ആ പോരാട്ടങ്ങളുടെ ഒരു പ്രതിനിധിയെ പ്രതീകവൽക്കരിച്ചിരിക്കുകയാണ്. ഇതും ചൈനയുടെ നിർമ്മിതിയാണ്. ജിബൂഷ്യൻ ജനതയ്ക്കുള്ള തങ്ങളുടെ സമ്മാനം എന്ന നിലയിലാണ് 1984 ചൈന പീപ്പിൾസ് പാലസും ചുറ്റുമുള്ള ഉദ്യാനവും ഒരുക്കി നൽകിയത്. അതിന്റെ കാഴ്ചകൾ ചിത്രീകരിച്ചു കഴിയുമ്പോഴേക്കും കാറുമായി സുരേഷ് എത്തി. ഞങ്ങൾ കാറിൽ കയറി പീപ്പിൾസ് പാലസിനടുത്തു നിന്നും യാത്ര തുടർന്നു. റിയൂ ഡി ജനീവെ എന്ന സ്ട്രീറ്റിലൂടെയാണ് പോകുന്നത്. കോർണിഷ് ഏരിയയാണിത്. വലതുവശത്ത് ഒരു മതിൽക്കെട്ടുണ്ട്. സൗദി ഇൻസ്റ്റിറ്റ്യൂട്ട് മോസ്ക് എന്നൊരു പള്ളിയാണ് അതിനകത്ത്. അത് പിന്നിട്ട് കോർണിഷ് ഏരിയയിലൂടെ യാത്ര തുടർന്നു. ഉൾക്കടലിന്റെ ഒരു ഭാഗത്ത് അക്കാണുന്നത് ജിബൂട്ടിയുടെ പഴയ പോർട്ടാണ്. എന്നാൽ മറുഭാഗത്ത് അങ്ങകലെ ഏറ്റവും സജീവമായ പുതിയ പോർട്ടും കാണാം. നഗരത്തിനുള്ളിലേക്ക് കടൽ കയറിക്കിടക്കുന്ന ഭാഗമാണ് കോർണിഷ് ഏരിയ. ഭാവിയിൽ വലിയ തോതിൽ വികസിക്കാനിരിക്കുന്ന ഒരു സ്ഥലം. 10 വർഷം കൂടി കഴിയുന്നതോടെ ദുബായ് പോലൊരു നഗരമായി ഇവിടം മാറിയിരിക്കും. അതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ശാസ്ത്രീയമായ രൂപകൽപ്പനയിൽ ഒരു മോഡേൺ സിറ്റിയാണ് ഇവിടെ രൂപപ്പെടാൻ പോകുന്നത്. അതോടെ ലോകപ്രശസ്തമാവുന്ന ഒരു പട്ടണമായി മാറും ജിബൂട്ടി സിറ്റി. മണ്ണിട്ട് നികത്തിയിരിക്കുന്ന ഈ ഭാഗത്തെല്ലാം ഇനി മനോഹരമായ വമ്പൻ മന്ദിരങ്ങൾ ഉയരാൻ പോവുകയാണ്. എനിക്ക് ജിബൂട്ടിയിൽ നിന്നും മടങ്ങാനുള്ള നേരമായിരിക്കുന്നു. സുരേഷ് എയർപോർട്ട് ലക്ഷ്യമാക്കിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇക്കഴിഞ്ഞ 4 ദിവസങ്ങളിൽ എനിക്ക് വേണ്ടി സുരേഷ് വളരെയേറെ അധ്വാനിച്ചു. നിരവധി കാഴ്ചകളിലേക്ക് കൊണ്ടുപോയി. സുരേഷിന്റെ ബോസ് റെജി എബ്രഹാം ഉൾപ്പെടെയുള്ളവർ ഈ യാത്രയിൽ വലിയ സഹായങ്ങളാണ് എനിക്ക് ചെയ്തു തന്നത്. ദിവസങ്ങളോളം എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നു. സഹായികളായി ഇദ്രീസ് എന്ന പോലീസുകാരനെയും നാട്ടുകാരനായ മമാക്കിയെയും ഏർപ്പാടാക്കി. ഇവിടെ ഡോൾഫിൻ മോണുമെന്റ് എന്ന ഒരു ശില്പമുണ്ട്. ഒരു ഇന്ത്യക്കാരന്റെ സൃഷ്ടിയാണത്. ഫ്രഞ്ച് മിലിറ്ററി ബേസാണ് ഇപ്പോൾ ഇടതുവശത്ത് കാണുന്നത്. കന്മതിലിനപ്പുറം വലിയ കെട്ടിടങ്ങൾ. എയർപോർട്ടിന്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് വണ്ടിയെത്തി. വണ്ടി പാർക്ക് ചെയ്ത് സുരേഷും ഇദ്രിസും എന്റെ കൂടെ നടന്നു. വിമാനത്താവളത്തിൽ വരാവുന്ന ഇടം വരെ വന്ന് എന്നെ യാത്രയാക്കിയാണ് ആ നല്ല സുഹൃത്തുക്കൾ മടങ്ങിയത്. ചെക്ക് ഇൻ ചെയ്ത് കാത്തിരുന്നു. ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ ജിബൂട്ടി എന്ന ഈ രാജ്യത്തിന് ആശംസകൾ മാത്രമേ അർപ്പിക്കാനുള്ളൂ. ചൈനക്കാരും സായിപ്പുമാരുമാണ് യാത്രികരിൽ കൂടുതലും. ഈ വിമാനത്താവളത്തിൽ യാത്രാവിമാനങ്ങളെക്കാൾ ഫൈറ്റർ പ്ലെയിനുകളാണ് വന്നിറങ്ങുകയും ഉയർന്നു പൊങ്ങുകയും ചെയ്യുന്നത്. യുഎസിന്റെയും ഫ്രാൻസിന്റെയും വിമാനങ്ങളാണത്. അവരുടെ മിലിറ്ററി ബേസുകൾ ഇവിടെ അടുത്താണ്. വിമാനത്തിലേക്ക് കയറി. 24L ആണ് എന്റെ സീറ്റ്. പിൻഭാഗത്തെ സീറ്റാണ്.
അതിനാൽ പിന്നിലൂടെ തന്നെയാണ് കയറി ചെന്നത്. സീറ്റ് കണ്ടുപിടിച്ചു. വിമാനത്തിനകത്തും ചൈനക്കാരെയും സായിപ്പുമാരെയുമാണ് കൂടുതലായി കാണുന്നത്. എത്യോപ്യയിലെ അഡിസ് അബാബയിലേക്കുള്ള വിമാനമാണിത്. വിൻഡോ സീറ്റാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. വിമാനം നീങ്ങിത്തുടങ്ങി. ജിബൂട്ടി എന്ന രാജ്യത്തു നിന്നും ഞാൻ മടങ്ങുകയാണ്. ഇദ്രിസിനെ പോലെ സ്നേഹമുള്ളവരും നിഷ്കളങ്കരുമായ മനുഷ്യരുടെ നാട്. ജിബൂട്ടി സിറ്റിയുടെ മുകളിലൂടെ വിമാനം പറക്കുമ്പോൾ 1000 മെഴുകുതിരികൾ കൊളുത്തിവെച്ച് നഗരം എന്നെ യാത്രയാക്കുകയാണെന്ന് തോന്നി. ഏറെ ദൂരം പറന്ന് ഇപ്പോൾ എത്യോപ്യൻ തലസ്ഥാനമായ അഡിസ് അബാബയ്ക്ക് മുകളിലെത്തിയിരിക്കുന്നു. വിമാനം അഡിസ് അബാബയിൽ ലാൻഡ് ചെയ്തു. ഓൺലൈൻ വഴി നേരത്തെ തന്നെ വിസയെടുത്ത് അതിന്റെ പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നും നാളെയും ഞാൻ അഡിസ് അബാബയിൽ താമസിക്കുകയാണ്. സുഹൃത്ത് ജയകാന്ത് നഗരത്തിൽ എന്നെ കാത്തിരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ നിർബന്ധത്തെ തുടർന്നാണ് ഒരു ദിവസം ഇവിടെ താമസിക്കാമെന്ന് വെച്ചത്. കഴിഞ്ഞ തവണ വന്നപ്പോൾ അഡിസ് അബാബയിൽ നിന്നും പകർത്താൻ കഴിയാതിരുന്ന കുറച്ചു കാഴ്ചകൾ ചിത്രീകരിച്ച ശേഷം നാട്ടിലേക്ക് മടങ്ങാമെന്നാണ് ജയകാന്ത് പറഞ്ഞിരിക്കുന്നത്. എന്നെ കൊണ്ടുപോകുന്നതിനായി ഒരു കാർ വിടുമെന്നാണ് ജയകാന്ത് പറഞ്ഞിരുന്നത്. ഇന്ന് രാത്രിയും നാളെ പകലും രാത്രിയും ഇവിടെ ഉണ്ടാവും. ജയകാന്ത് അയച്ച കാറിലാണ് ഇപ്പോൾ. യോദ് അബിസീനിയ എന്നൊരു കൾച്ചറൽ സെന്ററിൽ സീറ്റ് ബുക്ക് ചെയ്ത് ജയകാന്ത് അവിടെ എന്നെ കാത്തിരിക്കുകയാണ്. ആ കൾച്ചറൽ സെന്ററിലേക്ക് കാർ എത്തി. അഡിസ് അബാബയിലെ ഏറ്റവും പ്രമുഖമായ കൾച്ചറൽ സെന്റർ. മുന്നിൽ നിരവധി കാറുകൾ നിരന്നു കിടക്കുന്നു. പാർക്കിങ്ങിൽ നിർത്തിയ കാറിൽ നിന്നിറങ്ങി ഞാൻ യോദ് അബിസീനിയയിലേക്ക് കയറി ചെന്നു. പ്രധാന ഹാളിൽ ജനം നിറഞ്ഞിരിക്കുന്നു. വേദിയിലാകട്ടെ കലാപരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു. തനി എത്യോപ്യൻ പാട്ടും നൃത്തവും. മുൻപൊരിക്കൽ അഡിസ് അബാബയിൽ വന്നപ്പോൾ ഇവിടെ വന്ന് ഞാനൊരു പരിപാടി കണ്ടിരുന്നു. അന്ന് ഇത്രയും പ്രൊഫഷണൽ ആയിരുന്നില്ല ഇവിടുത്തെ സംവിധാനങ്ങൾ. ജയകാന്തും സുഹൃത്തുക്കളും ഇവിടെയുണ്ട്. ജയകാന്ത് ആരെയെല്ലാമോ വിളിച്ചുകൊണ്ടിരിക്കുന്നു. നാട്ടുകാരും വിദേശികളുമുണ്ട്. ഒരു സീറ്റ് പോലും ഒഴിവില്ല. എത്യോപ്യയുടെ ഏറ്റവും മികച്ച കൾച്ചറൽ സെന്റർ ഇതുതന്നെയാണ്. ഈ നടക്കുന്ന പരിചാരികമാർ ഓർഡർ അനുസരിച്ച് ഭക്ഷണം സെർവ് ചെയ്യും. നാടൻ മദ്യമായ തെജ്ജും ഇവിടെ വിളമ്പുന്നുണ്ട്. ഈ മഞ്ഞപ്പാനീയമാണ് തെജ്. നാടൻ കള്ളാണ്. അതൊരു പ്രത്യേകതരം ഗ്ലാസ് ഭരണിയിലാണ് ഒഴിച്ചു തരിക. ഓരോരുത്തർക്കും ഇങ്ങനെ ഓരോ കൂജ തരും. വലിയ ലഹരിയില്ലാത്ത എന്നാൽ കള്ളിന്റെ രുചിയുള്ള പാനീയമാണ്. ഭക്ഷണവും തെജ്ജും വിളമ്പലാണ് പരിചാരികമാരുടെ പ്രധാന ജോലി. ബിയറും മറ്റു മദ്യങ്ങളും ആവശ്യക്കാർക്ക് നൽകുന്നുണ്ട്. കൂടുതലും വിദേശികളാണെങ്കിലും പരിഷ്കാരികളായ എത്യോപ്യൻ യുവതി യുവാക്കളും വൈകുന്നേരങ്ങളിൽ എത്തുന്ന ഇടമാണിത്. സ്റ്റേജിൽ ചടുലമായ പരിപാടികളാണ് അരങ്ങേറുന്നത്. ആവേശകരമാണ് എത്യോപ്യൻ നൃത്തം. ചടുലതയും ശരീരചലനങ്ങളും താളവും ചുവടുകളുമെല്ലാം കാഴ്ചക്കാരെ അതിയായി ആകർഷിക്കും. ഒരു ഘട്ടത്തിലെത്തുമ്പോൾ നർത്തകരും കാണികളും ഒരുപോലെ ഉന്മാദാവസ്ഥയിലെത്തുന്ന തരത്തിലുള്ളതാണ് ഇവരുടെ ചലനങ്ങളും സംഗീതവും. പണ്ട് സഞ്ചാരത്തിലൂടെ ഈ നൃത്തം കണ്ടിട്ടുള്ള പ്രേക്ഷകർ ഇപ്പോഴും എത്യോപ്യ എന്ന് കേൾക്കുമ്പോൾ ഈ നൃത്തത്തെക്കുറിച്ച് എന്നോട് പറയാറുണ്ട്. യുവാക്കളും യുവതികളും ചേർന്നുള്ള ഒരു നൃത്തമായാണ് ഇത് അവതരിപ്പിക്കുന്നത്.
താളാത്മകമായി ചുമലുകൾ വെട്ടിക്കുന്നതാണ് നൃത്തത്തിലെ പ്രധാന ഭാഗം. എസ്കിസ്റ്റ എന്നാണ് ഈ നൃത്തത്തിന് പേര്. എത്യോപ്യയിലെ അതിപുരാതനമായൊരു നൃത്തമാണിത്. വേട്ടയുടെ വിജയത്തിനു ശേഷവും തെഫ്കൊയ്ത്ത് അവസാനിക്കുന്ന ദിവസവും ഗോത്രഗ്രാമങ്ങളിൽ ആളുകൾ ഒന്നിച്ചുകൂടുകയും യുവാക്കൾ ഈ നൃത്തം അവതരിപ്പിക്കുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. ശരീരമാകെ ഉലച്ചുകൊണ്ടാണ് നൃത്തം. പെട്ടെന്ന് കാമുകൻ ഇറങ്ങിപ്പോയി. അതോടെ ഒരു നൃത്തവും അവസാനിച്ചു. പ്രേക്ഷകർ ആവേശത്തിലാണ്. സ്ലൊവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ. സഞ്ചാരം വോളിയം നമ്പർ 13 ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9955444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. സദസ്സിന്റെ പിൻഭാഗത്ത് മറ്റൊരു പരിപാടിയുണ്ട്. ഞാൻ അവിടേക്ക് നടന്നു ചെന്നു. ഇവിടെ ഒരു വിവാഹ സൽക്കാരമാണ് നടക്കുന്നത്. ഇതാണ് വധു. സ്വീഡൻകാരിയാണ്. വരൻ എത്യോപ്യക്കാരനും. രാവിലെ നഗരത്തിൽ എവിടെയോ വെച്ച് നടന്ന വിവാഹത്തിനു ശേഷം വൈകുന്നേരം വധൂവരന്മാരും ബന്ധുക്കളും ഇവിടേക്കെത്തിയതാണ്. ഹാളിന്റെ പിൻഭാഗം അവർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. വധുവിന്റെ വേഷവിധാനങ്ങളും കേശാലങ്കാരവും ആഭരണങ്ങളുമെല്ലാം എത്യോപ്യൻ ശൈലിയിലുള്ളതാണ്. പ്രത്യേകമായൊരു ഉത്തരീയം ചുറ്റി വധുവിനോട് ചേർന്നിരിക്കുന്നയാളാണ് വരൻ. വധു മാത്രമല്ല, സായിപ്പുമാരായ ബന്ധുക്കളും സുഹൃത്തുക്കളും എത്യോപ്യൻ ശൈലിയിലുള്ള വസ്ത്രമണിഞ്ഞിരിക്കുന്നു. വരനെ യൂറോപ്യൻ ശൈലിയിലേക്ക് മാറ്റുകയല്ല, വധുവും കൂട്ടരും എത്യോപ്യൻ രീതിയിലേക്ക് മാറുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഇരിക്കുന്നവരെല്ലാം വധുവിന്റെ ആളുകളാണ്. അവരും ഇവിടെ വന്ന് ഈ രാത്രിയെ ആഘോഷമാക്കുകയാണ്. 200-ലേറെ ആളുകളുണ്ട് ഹാളിൽ.
വലിയ ഹാളാണ്. നർത്തകിമാർ ഇറങ്ങിവന്ന് ചില മേശകൾക്കരികെ നിന്ന് ആളുകളെ എസ്കിസ്റ്റ നൃത്തത്തിലെ ചുമൽ ചലനങ്ങൾ പരിശീലിപ്പിക്കുന്നുണ്ട്. വിദേശികളെയാണ് കൂടുതലായും അത് പഠിപ്പിക്കുന്നത്. നാട്ടുകാർക്ക് ആ നൃത്തത്തിന്റെ രീതികളും ചലനങ്ങളുമെല്ലാം അറിയാവുന്നതാണല്ലോ. ആരിലും പോസിറ്റീവ് എനർജി പകരുന്ന ഒരു സാംസ്കാരിക കേന്ദ്രമാണിത്. എത്യോപ്യാസ് കൾച്ചറൽ അംബാസിഡർ എന്നാണ് യോദ് അബിസീനിയ എന്ന ഈ സാംസ്കാരിക കേന്ദ്രത്തിന്റെ വിശേഷണം തന്നെ. വിഷാദവാനായി വരുന്ന ഒരാൾ പോലും ഇവിടെ 1 മണിക്കൂർ ചെലവിട്ട് കഴിഞ്ഞാൽ പുതിയൊരു മനുഷ്യനായി മാറും. എല്ലാവരും ആഹ്ലാദചിത്തരാണ്. ഇതൊരനുഭവം തന്നെ. ഒരു മദാമയെ നൃത്തം പരിശീലിപ്പിക്കുകയാണ് ഈ നർത്തകി. പരിശീലനത്തിലൂടെ അവൾ ആർജിച്ച മെയ്വഴക്കമൊന്നും ആദ്യമായി ഇത് ചെയ്യുന്നവർക്കുണ്ടാവില്ല. സ്റ്റേജിലുണ്ടായിരുന്ന നർത്തകരൊക്കെ പലയിടങ്ങളിലായി നിന്ന് നൃത്തം പഠിപ്പിക്കുന്നുണ്ട്. വിദേശികളുടെ ഈ പരിശീലനം നാട്ടുകാർക്ക് ചിരി പകരുന്നത് കൂടിയാണ്. നേരത്തെ ബുക്ക് ചെയ്താലേ ഈ കേന്ദ്രത്തിൽ പ്രവേശനം ലഭിക്കൂ. ജയകാന്ത് തന്റെ സ്വാധീനം ഉപയോഗിച്ചാണ് ഇന്ന് എനിക്കിവിടെ വേദിയുടെ തൊട്ടരികിൽ തന്നെ സീറ്റ് സംഘടിപ്പിച്ചത്. ജപ്പാൻകാരും ചൈനക്കാരുമൊക്കെ എസ്കിസ്റ്റ പരിശീലിക്കുന്നു. കുറെ പേർ പരിശീലനം കണ്ടും തെജ് കുടിച്ചും അങ്ങനെയിരിക്കുന്നു. വേദിയിൽ അടുത്ത നൃത്തം തുടങ്ങുകയാണ്. പ്രധാന താരം എത്തിയിരിക്കുന്നു. ഇയാളാണ് ഈ പരിപാടിയിലെ തന്നെ താരം. തലപ്പാവും കുറുവടിയുമെല്ലാമായി ഒരു തനി നാട്ടിൻ പുറത്തുകാരൻ. ഒരു ഗ്ലാമറുമില്ല. പക്ഷേ അയാളുടെ പതറിയ ആ ശബ്ദത്തിനു പോലും ഒരു മാസ്മരികതയുണ്ട്. ഇടയ്ക്ക് സദസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിഥികൾക്കൊപ്പം കൂടുന്നു. അങ്ങനെയിരിക്കെ സദസ്സിൽ നിന്ന് ഒരാൾ വേദിയിലേക്ക് കയറി ചെന്നു. ഏതോ ഉന്നത ഉദ്യോഗത്തിലിരിക്കുന്നയാളാണ്. അവർ രണ്ടുപേരും കൂടി ഒരു പിടുത്തം പിടിച്ചു. ഒടുവിൽ അയാൾ നൃത്തം അവസാനിപ്പിച്ചു. പോകാനൊരുങ്ങി. പക്ഷേ താരം വിടാൻ തയ്യാറല്ല. ഒടുവിൽ ആലിംഗനത്തോടെ അവർ നൃത്തം അവസാനിപ്പിച്ചു. അയാൾ പേഴ്സ് എടുത്ത് കുറച്ച് ബിർറുകൾ തലപ്പാവുകാരന് സമ്മാനം നൽകി.
എല്ലാ ദിവസവും വൈകുന്നേരം തുടങ്ങി പാതിരാത്രി വരെ തുടരുന്ന പരിപാടിയാണിതെന്നോർക്കണം. ട്രിപ്പ് അഡ്വൈസർ സൈറ്റിൽ ഈ കൾച്ചറൽ സെന്ററിന് 5 സ്റ്റാർ റേറ്റിംഗ് ആണുള്ളത്. മറ്റുള്ളവരെ പോലെ അടുത്ത നൃത്തത്തിനായി ആകാംക്ഷയോടെ ഞാൻ കാത്തിരുന്നു.